ഹായ് ഓൾ, വർക്ക് വിത്ത് നീതുവിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 40 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. എല്ലാവരും ക്ലാസ് കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷ വരാൻ പോകുന്നുണ്ട്. LDC ഇവയ്ക്കൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി ക്ലാസ് കാണുക. ഇനി നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള 10 ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് തന്നെ പറയാവുന്ന 10 ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നാണ്. നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ഭരണഘടനയുടെ ഭാഗം 3-ൽ 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ. രണ്ടാമത്തെ പ്രസ്താവനയാണ്, മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാൻ വകുപ്പ് 32 സംരക്ഷണം നൽകുന്നു. അതായത് ആർട്ടിക്കിൾ 32. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സ്വത്തവകാശം. റൈറ്റ് ടു പ്രോപ്പർട്ടി നിലവിൽ ഒരു മൗലിക അവകാശമാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഭാഗം 3-ൽ 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിലാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്? മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. ശരിയാണ്, ഭാഗം 3-ലാണ്. അതുപോലെ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ എന്തിൽ പറയുന്നു? മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ലേ? ഇപ്പം നമുക്ക് നോക്കിക്കേ, ഇവിടെ 3 ഓപ്ഷനിൽ ഒന്നുണ്ട് അല്ലേ? അപ്പം നമുക്ക് സി എന്ന ഓപ്ഷൻ അവിടെ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് 3 ഓപ്ഷൻസാണ് ഉള്ളത്. അടുത്തത്, മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാൻ വകുപ്പ് 32 ആർട്ടിക്കിൾ 32 സംരക്ഷണം നൽകുന്നു. ശരിയാണ്. അപ്പം നോക്കിക്കേ, നമ്മുടെ ആർട്ടിക്കിൾ 32 നമുക്ക് എന്താണ്? നമ്മുടെ അവകാശങ്ങൾ, മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. അപ്പം മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്ന് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞതാണ് ഏത്? വകുപ്പ് 32. അപ്പോൾ അത് ശരിയാണ്. 1ഉം 2ഉം ശരിയാണ് അല്ലേ? അപ്പം നമുക്ക് ഈ എ എന്ന പ്രസ്താവനയും നമ്മുടെ എ എന്ന ഓപ്ഷനും ഡിലീറ്റ് ചെയ്യാം. 1ഉം 2ഉം നമ്മുടെ ശരിയാണ്. അടുത്തത്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ, സ്വത്തവകാശം നിലവിലൊരു മൗലികാവകാശമാണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി, അത് സ്വത്തവകാശം ഇപ്പോൾ ഒരു മൗലികാവകാശമാണോ? അല്ല അല്ലേ? നമ്മുടെ ഭരണഘടന വന്നപ്പോൾ അതൊരു മൗലികാവകാശമായിരുന്നു. എന്നാൽ 44-ാം ഭരണഘടനാ ഭേദഗതി 1978-ലെ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ നമ്മൾ എന്താക്കി മാറ്റി? ഒരു നിയമാവകാശമാക്കി മാറ്റി. അപ്പോൾ ഇപ്പോൾ അത് ഏതാണ്? ആർട്ടിക്കിൾ 300A വരുന്നത്. അതൊരു നിയമപരമായിട്ടുള്ള അവകാശമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1, 2 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടാണ്. നോക്കിക്കേ, എല്ലാ പരീക്ഷകളിലും PSC പരീക്ഷകളിലും ഉള്ളതാണ് എന്ത്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. അത് ശരിയാണല്ലേ? 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. അവിടെ തന്നെ നമുക്ക് ഓപ്ഷൻ ബി എന്ത് ചെയ്യാം? ഡിലീറ്റ് ചെയ്യാം. കാരണം ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. അടുത്തത്, വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സവർണജാഥ നയിച്ചത് TK മാധവനാണ്. TK മാധവനാണോ സവർണജാഥ നയിച്ചത്? അല്ല. സവർണജാഥ നയിച്ചത് ആരാണ്? അത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലായിരുന്നു സവർണജാഥ നടന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സവർണജാഥ നയിച്ചത് TK മാധവനല്ല. ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 1, A, B, D ഇവയെല്ലാം എന്താണ്? തെറ്റാണ് അല്ലേ? അവിടെ എല്ലാം 2 വന്നിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് എന്താണ്? മൂന്നാമത്തെ ഓപ്ഷൻ വായിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അല്ലേ? ശ്രീനാരായണ ഗുരു, മഹാത്മാഗാന്ധി എന്നിവർ വൈക്കം സത്യാഗ്രഹ പന്തൽ സന്ദർശിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ സവർണജാഥ എവിടെ നിന്ന് എവിടെ വരെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരം വരെ ആയിരുന്നു
നമ്മുടെ മന്നത്ത് പത്മനാഭൻ സവർണജാഥ നയിച്ചത്. ഓക്കെ, അപ്പോൾ വൈക്കം സത്യാഗ്രഹം എന്നാണ്? 1924 മാർച്ച് 30-നാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് സവർണജാഥ. സവർണജാഥ നയിച്ചതാരാണ്? മന്നത്ത് പത്മനാഭനാണ് സവർണജാഥ നയിച്ചത്. എവിടെ നിന്ന് എവിടെ വരെയാണ്? വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു സവർണജാഥ നയിച്ചത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് കേരള ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ നദികളെക്കുറിച്ചുള്ള പ്രസ്താവന വിലയിരുത്തുക. കേരളത്തിലെ നദികൾ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറും രണ്ടാമത്തെ നീളം കൂടിയ നദി ഭാരതപ്പുഴയുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. കാരണം എന്താണ്, നമ്മളോട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും അല്ലാതെയൊക്കെ ചോദിക്കാം. നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ ചോദിക്കുമ്പം നമുക്ക് കൺഫ്യൂഷൻ ഇപ്പോഴും വരും. പെരിയാറാണോ ഭാരതപ്പുഴയാണോ? അപ്പം ഒരു കൺഫ്യൂഷനും വേണ്ട. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ. അപ്പം ആദ്യം പെരിയാറ്, അതിന് ശേഷമാണ് എന്ത് വരുന്നത്? ഭാരതപ്പുഴ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണല്ലേ. ഇനി കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3 കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. അതെന്താണ്? ശരിയാണല്ലേ. ഏതൊക്കെയാണ്? നമ്മുടെ കബനി, ഭവാനി, പാമ്പാറ് ഇവയൊക്കെയാണ് ഇങ്ങോട്ടൊഴുകുന്നത്? കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ. കേരളത്തിൽ എത്ര നദികളാണുള്ളത്? 44 നദികളാണ് കേട്ടോ ഉള്ളത്. ഇനി കേരളത്തിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയാണ്. ശരിയാണോ? അല്ല. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാറ്. മഞ്ചേശ്വരം കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് ബയോളജിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏവ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ. കട്ട പിടിക്കാൻ ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ് വിറ്റാമിൻ കെ ആണ്. രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് കാൾ ലാൻഡ്സ്റ്റെയ്നർ. രക്തഗ്രൂപ്പ് അല്ലേ? എ, ബി, ഒ, എ, ബി ഈ ഗ്രൂപ്പുകൾ കണ്ടുപിടിച്ചത് ആരാണ്? അത് കാൾ ലാൻഡ്സ്റ്റെയ്നർ ആണ്. അടുത്തത്, മനുഷ്യ ശരീരത്തിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നത് ശ്വേതരക്താണുക്കളാണ്. WBC ആണെന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അത് ശരിയല്ല. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. നോക്കിക്കേ, രക്തത്തിൽ ഓക്സിജൻ സംവഹനം നടത്തുന്നത് അരുണരക്താണുക്കൾ, അതായത് RBC അല്ലേ? അപ്പോൾ റെഡ് ബ്ലഡ് സെൽസ്, നമ്മുടെ രക്തത്തിലെ ഓക്സിജൻ്റെ സംവഹനം നടത്തുന്നത് ആരാണ്? അത് RBC അരുണരക്താണുക്കളും ഹീമോഗ്ലോബിനാണ് അല്ലേ? അരുണരക്താണുക്കളിലെ ഹീമോഗ്ലോബിനാണ്. ഇനി WBC എന്തിനാണ്? വൈറ്റ് ബ്ലഡ് സെൽസ് എന്താണ്? അത് രോഗപ്രതിരോധ ശേഷി നൽകുന്നതാണ് വൈറ്റ് ബ്ലഡ് സെൽസ് നമുക്ക് എന്ത് നൽകുന്നു? രോഗപ്രതിരോധ ശേഷി നൽകുന്നു. അടുത്തതാണ് ഫിസിക്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രകാശത്തെക്കുറിച്ച് താഴെ പറയുന്ന വിവരങ്ങളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? പ്രകാശത്തെക്കുറിച്ച് താഴെ പറയുന്ന വിവരങ്ങളിൽ തെറ്റായ പ്രസ്താവന. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അത് ശരിയാണോ? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അത് ശരിയാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കേ, ഒന്നാമത്തേത് ശരിയാണല്ലേ. അപ്പോൾ നമ്മുടെ 2 ഓപ്ഷൻ അവിടെ ഡിലീറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, പ്രകാശത്തിൻ്റെ പ്രാഥമിക വർണ്ണങ്ങളാണ് ചുവപ്പ്, പച്ച, മഞ്ഞ പ്രാഥമിക വർണ്ണങ്ങളിൽ വരുമോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണല്ലേ. പ്രകാശത്തിൻ്റെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ഇന്നലെ പറഞ്ഞു, RGB, റെഡ്, ഗ്രീന്, ബ്ലൂവ്. ഓക്കെ, അടുത്തത് പ്രകാശവർഷം എന്നത് ദൂരം അളക്കാനുള്ള യൂണിറ്റാണ്. ഇതും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണല്ലേ. അപ്പോൾ നോക്കിക്കേ, പ്രകാശവർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ദൂരത്തിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ 2 അല്ലേ, ബി മാത്രമാണ്
ബി 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ കെമിസ്ട്രി ഭാഗത്തു നിന്നാണ്. ആസിഡുകളും ബേസുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. ആസിഡ്, ബേസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണല്ലേ PSCയുടെ. തൈരിൽ അടങ്ങിയിരിക്കുന്നത് ആസിഡ്, ലാക്റ്റിക് ആസിഡാണ്. ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ തൈരിൽ അടങ്ങിയിരിക്കുന്ന എന്താണ്? ലാക്റ്റിക് ആസിഡ്. ശരിയാണ്. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കും. വളരെ ശരിയാണ്. ആസിഡ് നീല ലിറ്റ്മസിനെ എന്താക്കും? ചുവപ്പാക്കും. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 0 ആണ്. ശരിയാണോ? അല്ല. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7 ആണല്ലേ. 7 ആണ്. അപ്പം നമ്മുടെ ഉത്തരം ഏതാണ് ഇവിടെ? 1ഉം 2ഉം ആണ് ശരി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ സംരക്ഷിത മേഖലകളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ വിലയിരുത്തുക. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. ശരിയല്ലേ? ശരിയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിലാണ്. ശരിയാണോ? ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ചിന്നാറാണ്. ചിന്നാറാണോ? അല്ല, അത് പെരിയാറാണല്ലേ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. എവിടെയാണ്? ഇടുക്കിയിലാണ്. അതുപോലെ ഇരവികുളം ദേശീയോദ്യാനം എവിടെയാണ്? ഇടുക്കിയിലാണ്. ഇരവികുളം ദേശീയോദ്യാനം എന്തിനാണ് പ്രസിദ്ധമായിട്ടുള്ളത്? എന്തിനാണ്? നീലക്കുറിഞ്ഞി, അതുപോലെ തന്നെ വരയാടുകൾ. ഇനി ചിന്നാറിലാണെങ്കിലോ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ഓക്കെ, ഇനി നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ടർ ശൃംഖലകളും ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. കമ്പ്യൂട്ടറിൻ്റെ താൽക്കാലിക മെമ്മറി, വോളട്ടൈൽ മെമ്മറി എന്നറിയപ്പെടുന്നത് റാം ആണ്. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന വിലാസമാണ് IP അഡ്രസ്സ്. ശരിയാണല്ലേ. കമ്പ്യൂട്ടറിൻ്റെ താൽക്കാലിക മെമ്മറി റാം ആണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന വിലാസമാണ് അതിൻ്റെ IP അഡ്രസ്സ്. PDF എന്നതിൻ്റെ പൂർണ്ണരൂപം പ്രിൻ്റഡ് ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. ശരിയാണോ? അല്ല. PDF എന്താണ്? പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് ആണ് PDF. അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2 എന്നിവയാണ് ശരി. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും ചോദിക്കാം, അല്ലാതെയും നമ്മളോട് ചോദിക്കാം. അപ്പം നമ്മൾ എന്താണ് വളരെ അറിഞ്ഞിരിക്കണം. ഇന്നലെ നമ്മൾ ഇതിൻ്റെ പല ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ അല്ലാതെ കണ്ടിരുന്നു. അത് നിങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ റിപ്പീറ്റായിട്ട് ക്ലാസ്സുകൾ കേട്ട് നിങ്ങൾ അതൊന്ന് നമുക്കൊന്ന്, അതായത് നമ്മൾ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? അത് ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് പലതവണ റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിയുമ്പം പെരിയാർ, ഇത് നമ്മുടെ ബ്രെയിനിൽ നമ്മളൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുവാണ്. ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്കതൊന്ന് എന്താണ് നമ്മുടെ മെമ്മറിയിലേക്ക് വരണം. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അത് കേൾക്കുക. ഒരു തവണ നിങ്ങൾ അതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ തീർച്ചയായും സാധിക്കും നമ്മുടെ പരിശ്രമത്തിലൂടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ. മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് അടുത്ത ദിവസം കാണാം.